മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിതയാണ് 62-കാരിയായ സുനേത്ര പവാർ. 2024 ബാരാമതിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. പക്ഷേ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയോട് പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സുനേത്ര പവാർ. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വഹിനി അഥവാ മരുമകൾ എന്നാണ് സുനേത്ര പവാർ സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ധാരാശിവിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച സുനേത്ര മഹാരാഷ്ട്രയിൽ പലവട്ടം മന്ത്രിയായ പദം സിംഹ് പാട്ടീലിന്റെ സഹോദരിയാണ്. അച്ഛൻ ബാജിറാവു പാട്ടീൽ ധാരാശിവിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാവായിരുന്നു. 1985 അജിത് പവാറുമായുള്ള വിവാഹം. പാർത്ഥ് പവാർ, ജയ് പവാർ എന്നിവരാണ് മക്കൾ. സുനേത്ര പവാർ 4 പതിറ്റാണ്ടോളം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും ബാരാമതിയിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 2008 ബാരാമതിയിൽ ആരംഭിച്ച ടെക്സ്റ്റൈൽ പാർക്കിന്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ നിരവധി സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ സുനേത്ര വലിയ പങ്കാണ് വഹിച്ചത്. 2010 പരിസ്ഥിതി സംരക്ഷണത്തിനായി എൻവിയോൺമെന്റൽ ഫോം ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതി മണ്ഡലത്തിൽ NCP അജിത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായെങ്കിലും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയോട് പരാജയപ്പെട്ടു. തുടർന്ന് 2024 ജൂണിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായി സുനേത്ര പവാർ തിരഞ്ഞെടുക്കപ്പെട്ടു. അജിത് പവാറിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.